എല്ലാവർക്കും നമസ്കാരം. ഓം വന്ദേ ഗുരുപാദതുണ്ടം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അഥൈർക്യം ത്രൈപുരം മഹാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ ഇന്ന് 41 ദിവസത്തെ യജ്ഞമായ ശാസ്താവിനെ അറിയാം, അല്ലെങ്കിൽ അയ്യനെ അറിയാം, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്നൊക്കെ നമ്മൾ നാമകരണം ചെയ്ത ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ ആമുഖ ഭാഷണത്തിൽ നമ്മൾ ശാസ്താവിനെക്കുറിച്ചും ശാസ്താവിൻ്റെ വിവിധ തത്വങ്ങളെക്കുറിച്ചും ചരിത്രത്തിലുള്ള വിവിധങ്ങളായ കഥകളുടെ ബാഹുല്യത്തെക്കുറിച്ചും പരസ്പര വിരുദ്ധമായ കഥകളുണ്ടെന്നൊക്കെ നമ്മൾ ഇന്നലെ ആമുഖ ഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇന്ന് മുതൽ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗം നമ്മൾക്ക് ലഭ്യമായ അറിവുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. കാരണം ശാസ്ത കഥകൾ ബാഹുല്യവും ഉണ്ട്, ചില സ്ഥലത്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും നമ്മൾക്ക് കാണാം. അപ്പോൾ ലഭ്യമായതിൽ നിന്ന് ഒരു പരിധി വരെ നമ്മൾക്ക് എന്തൊക്കെയാണോ നമുക്ക് സ്വീകാര്യമായി തോന്നുന്നത്, അങ്ങനെയാണ് നമ്മൾ ഈ ശാസ്താവിൻ്റെ പാഠഭേദങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ശാസ്താവിനൊരു ആമുഖം പറയുകയാണെങ്കിൽ, ലോകമെമ്പാടും ശാസ്താവിൻ്റെ ആരാധന വിവിധ വശങ്ങളിൽ, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ശാസ്താവിൻ്റെ ഒരു ആരാധനാ ക്രമത്തിൻ്റെ വിവിധ വശങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് യതീശയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു 41 ദിവസത്തെ മണ്ഡലകാലങ്ങളിൽ നടത്താനും ഉദ്ദേശിക്കുന്നതും നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ ആദിശാസ്താവിൻ്റെ മുഖങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതായത് ധർമ്മശാസ്താവ് എന്നുള്ള ആശയം ഒരുപാട് പൗരാണിക, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വേദകാലഘട്ടങ്ങളിൽ മുതൽ ശാസ്താവ് എന്ന പരാമർശം നമ്മൾക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാം ദർശനങ്ങളിൽ ഒരേ ചൈതന്യം തന്നെ വിവിധ യുഗങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഇപ്പം നമ്മൾ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളൊക്കെ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെയും ധർമ്മശാസ്താവിൻ്റെ കലിയുഗത്തിലുള്ള നമ്മൾ ചരിത്രപരമായ രേഖകൾ അടിസ്ഥാനപ്പെടുത്തി പറയുമെങ്കിൽ ഒരു 10-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 8-9-ാം നൂറ്റാണ്ട് മുതൽ ഒരു 11-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾക്ക് അയ്യപ്പൻ എന്ന മണികണ്ഠൻ എന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തെക്കുറിച്ച്, ദിവ്യനായ ആ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, വിവിധ വശങ്ങൾ, ധർമ്മശാസ്താവിന് തന്നെ അഷ്ടശാസ്ത എന്നൊരു സങ്കല്പം തമിഴ് ബ്രാഹ്മണർക്കിടയിൽ വളരെ പ്രചലിതമായ ഒരു ശാസ്താസങ്കല്പമാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അയ്യപ്പൻ ആദിശാസ്താവിൻ്റെ മുഖങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നിഗമനം. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇത് അറിയാത്തൊരു വസ്തുതയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നമ്മൾ പൊതുവേ ശാസ്താവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ആശയക്കുഴപ്പത്തിൻ്റെ തലത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ നോക്കി കാണാറുള്ളത്. അപ്പം നമ്മൾക്കൊക്കെ അറിയാം, ശബരിമലയിലല്ലാതെ തന്നെ ശാസ്താവിനായിട്ട് എണ്ണമറ്റ ക്ഷേത്രങ്ങൾ, അവതാരങ്ങൾ ഒക്കെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നമുക്ക് കഥകളായും പുരാണങ്ങളിലൊക്കെ പരാമർശം നമുക്ക് കാണാം. ഇപ്പോൾ സ്കന്ദപുരാണം, ശിവപുരാണം, ലളിതോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനം, അതുപോലെ തന്നെ രാമായണത്തിൽ, മഹാഭാരതത്തിൽ, അങ്ങനെ വിവിധങ്ങളായ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ ശാസ്താവിനെ കുറിച്ചിട്ടുള്ള വിവിധ പരാമർശങ്ങൾ നമ്മൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ പുരാണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവയിൽ പ്രതിപാദിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ വിവിധ യുഗങ്ങളിൽ നടന്നിട്ടുള്ളതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് ചില സംഭവങ്ങൾ കൃതയുഗത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ രാമായണം ആണെങ്കിൽ രാമായണത്തിലെ പരാമർശം വെച്ച് നോക്കുമ്പോൾ ശാസ്താവിൻ്റെ ആ പരാമർശം നടന്നിട്ടുള്ളത് ത്രേതായുഗത്തിലാണ്. ഇനി മഹാഭാരതത്തിലുള്ള പരാമർശം എടുത്ത് നോക്കിയാൽ അത് ദ്വാപര യുഗത്തിലാണെന്ന് പറയും. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള അയ്യപ്പൻ എന്ന മണികണ്ഠൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അത് കലിയുഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ അയ്യപ്പൻ്റെ അവതാരങ്ങൾ
ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പുരാണങ്ങളുടെ ഒക്കെ പരാമർശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തമിഴ്നാട്, കേരളം മുതലായ സംസ്ഥാനങ്ങളിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നിരവധി ശാസ്താക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാമായണ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന അത്രി മഹർഷി ശുചീന്ദ്രത്തിനടുത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനോടടുത്ത് ശാസ്താവിനെ ആരാധിച്ചിരുന്ന കേന്ദ്രമുള്ളതായി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വഴവൂർ മഹാത്മ്യത്തിൽ ശാസ്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അതിൻ്റേതായ ഒരു ശൈലിയിൽ വിശദീകരിക്കുന്നുണ്ട്. വിവിധ ഗ്രന്ഥങ്ങളിൽ ശാസ്താവിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ശാസ്ത വിശദീകരിക്കുന്നുണ്ട്. ശാസ്ത ആരാധന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകം എമ്പാടും വ്യാപിച്ചിട്ടുണ്ടായിരുന്നതായും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്താവിൻ്റെ കഥകൾ പല തരത്തിൽ പല ഭാഗത്ത് ബന്ധപ്പെടുത്തിയിട്ട് ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി എഴുതിയിട്ടുമുണ്ട്. ചിലതൊക്കെ വിവാദമായിട്ടുമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കാലിഫോർണിയയിൽ ഒരു ശാസ്താ തടാകം, അതുപോലെ തന്നെ ഒരു ശാസ്താ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ശാസ്താവിൻ്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് അവിടെ ഈ ശാസ്താവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അത് അവിടെയുള്ള തദ്ദേശീയരായ മായന്മാർ അല്ലെങ്കിൽ അമേരിക്കൻ തദ്ദേശ സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം. അപ്പോൾ അങ്ങനെയുള്ള മായന്മാർ അല്ലെങ്കിൽ റെഡ് ഇന്ത്യക്കാരെന്ന് വിളിക്കുന്ന ആ ജനത ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്താവിനെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് ആ നാമധേയം അവിടെയുള്ള ഈ പറയുന്ന കുന്നുകൾക്കും തടാകങ്ങൾക്കൊക്കെ വരാനുള്ള കാരണമെന്ന് ഒരർത്ഥത്തിൽ ഇതിനെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് നമ്മൾക്ക് കാണാം. ഇതിൻ്റെ ആധികാരികത ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലഭ്യമായ വിവരങ്ങളുടെ അഭാവം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇത് സമർത്ഥിച്ചെടുക്കാൻ പല കാര്യങ്ങളിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ ഇത് ബന്ധപ്പെടുത്തി ഇങ്ങനെ നോക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പേരുകൾ വരുന്ന സമയത്ത് അതിനൊക്കെ ഈ ഒരു സംസ്കാരവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അതൊക്കെ ഈ പറയുന്ന പോലെ ഇതുമായിട്ട് ഈ ഒരു സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ശാസ്താവിന് ഒരു സഹസ്രനാമത്തിൽ ശാസ്താവിൻ്റെ ഒരു സഹസ്രനാമത്തിൽ ശാസ്താവിനെ കുറിച്ച് കുശദ്വീപപതി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്ന് അഭിസംബോധന ചെയ്യുന്നു ശാസ്താവിനെ. അത് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ജോഗ്രഫിക്കലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഞാൻ നേരത്തെ പറയുന്ന പോലെ റിലേറ്റ് ചെയ്ത് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സംസ്കൃതത്തിൽ കുശദ്വീപ് എന്ന് പറയുന്നത് സംസ്കൃതപരമായി നമ്മൾ കുശദ്വീപ് എന്ന് റെഫർ ചെയ്യുന്നത് ശരിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയാണ്. അപ്പോൾ അവിടെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കുമാരികാണ്ഡം അല്ലെങ്കിൽ ലെമൂറിയ എന്ന് പറഞ്ഞ ഒരു ഭൂപ്രദേശം, അതായത് ദക്ഷിണേന്ത്യയെ ഓസ്ട്രേലിയയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഭൂപ്രദേശം. അത് ശരിക്കും ഈ ഒരു ഭൂപ്രദേശം തീരദേശമായ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുശദ്വീപ് എന്ന ഈ ആഫ്രിക്കൻ്റെ തീരദേശ പ്രദേശമായിട്ട് കടൽ മാർഗം ഏതാനും കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ ആ ദൂരപരിധി ശരിക്കും ഏതാനും കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ കുമാരികാണ്ഡം എന്ന് പറയുന്ന ആ ഭൂപ്രദേശം കടലിനടിയിൽ മുങ്ങിയതിന് ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നിരവധി ഭരണാധികാരികൾ, അതായത് കുമാരികാണ്ഡം ശരിക്കും ഈ പറയുന്ന ഒരു ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഒരു വലിയൊരു ഭൂപ്രദേശമാണെന്ന് അടുത്ത കാലത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. ലോസ്റ്റ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഗുപ്തമായ ഒരുപാട് കാര്യങ്ങളാണ്. അതും ഈ പറയുന്ന പോലെ ചർച്ചകളാണ്. അതിന് ആധികാരികമായ ഒരു തെളിവോ ചരിത്രരേഖകളോ ഇനി ഉണ്ടായി വരണത്രേ. അപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ദക്ഷിണേന്ത്യൻ രാജാക്കന്മാർ ആ ഭൂപ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഈ കുമാരികാണ്ഡം നഷ്ടം ആവുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ചേക്കേറി കുടിയേറി അവിടെയുള്ള ഈജിപ്ത് പോലുള്ള വടക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ അവർ ഭരണം നടത്തുന്നതായി അല്ലെങ്കിൽ ഭരണം നടത്തിയതായി നിരവധി. അതെങ്ങനെയാണ് അവർ സമർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭരണാധികാരികളുടെ പേരുകൾക്ക് ഒരു സാമ്യം, ഒരു പാറ്റേൺ അവർ കണ്ടെത്തി. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളത് ജേദ് കരി, അതുപോലെ തന്നെ ഷെപ്സിസ് കരി, അതുപോലെ തന്നെ ശംഖ് കരി, പിന്നെ അതുപോലെ ഹരിഹരാസ് എന്നൊക്കെയുള്ള പേര്. അതായത് ഏകദേശം ഒരു 20ഓളം തലമുറകൾ ശാസ്താവിൻ്റെ ഈ ഒരു നാമം കരി എന്ന് പറയുന്ന ആ ഒരു സർനെയിം, അത് കരി എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ശാസ്താവുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും കരി എന്ന പേര് തമിഴ് നിഘണ്ടുവിൽ ശാസ്താവിനെ കുറിക്കാൻ വേണ്ടിയിട്ട് ആണ് ഉപയോഗിച്ചത് എന്നാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പം ഈ പേര് ശാസ്താവിൻ്റെ ഭക്തരായ അല്ലെങ്കിൽ ശാസ്താവ് കുലദേവത ആയി ശാസ്താവ്
ഇതിനെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് തമിഴ്നാട് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സമൂഹമാണ് ഈ പറയുന്ന കുമരീകാണ്ഡത്തിൽ ഉണ്ടായതെന്നും ആ കുമരീകാണ്ഡം നഷ്ടപ്പെടാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാവാൻ പോകുന്ന സമയത്ത് അവരൊക്കെ തൊട്ടടുത്തുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ചേക്കേറി വടക്കൻ ആഫ്രിക്കയിലുള്ള ഈ പറയുന്ന ഈജിപ്തിൽ പോലുള്ള പ്രദേശങ്ങളിൽ 10-20 തലമുറകളോളം ആയിട്ട് ഒരു ഭരണം നടത്തി എന്നുള്ള ഒരു വാദം, അതായത് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്, ആധികാരികത ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു റിലേറ്റീവായിട്ട് ഈ ലോകമെമ്പാടും ശാസ്താവിൻ്റെ ഒരു ചൈതന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1894 സ്പെൻസർ ഒലിവർ, അല്ലെങ്കിൽ ഫ്രെഡറിക് സ്പെൻസർ ഒലിവർ എന്ന് പറഞ്ഞ ഒരു ഗവേഷകൻ, അദ്ദേഹത്തിൻ്റെ ഈ ഗവേഷണ കണ്ടെത്തലുകളുടെയൊക്കെ ഒരു ആകെത്തുകയായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേര് എ ഡ്വെല്ലർ ഓൺ 2 പ്ലാനറ്റ്സ് എന്നാണ്. അതെന്താണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ കുമരിഖണ്ഡത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുമരികാണ്ഡത്തെക്കുറിച്ച്, ലെമൂറിയ എന്ന് പറയുന്ന ആ മുങ്ങിപ്പോയ ഭൂഖണ്ഡത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ ഈ വടക്കൻ കാലിഫോർണിയയിലെ മൗണ്ട് ശാസ്ത പർവ്വതത്തിൽ വസിച്ചിരുന്നു എന്നും അവിടെ അവർ ഈ പർവ്വതത്തിൻ്റെ അന്തർഭാഗത്ത് ഗുഹകളുണ്ടാക്കി തുരങ്കങ്ങളുടെ ഒരു സമുച്ചയത്തിൽ ആണ് ഈ ലെമൂറിയക്കാർ താമസിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവരെക്കുറിച്ചിട്ട് വർണ്ണന പറഞ്ഞിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ള വസ്ത്രം ധരിച്ച് ഇവർ പർവ്വതത്തിന് ഉപരിതലത്തിലൂടെ നടക്കുന്നത് കാണാറുണ്ടെന്നും ഒക്കെയാണ് അദ്ദേഹം അത് കൃതികളിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം BC 1437 മുതൽ ഒരു 1397 ആ കാലഘട്ടങ്ങളിലൊക്കെ ഇടയിൽ ഭരിച്ച പാണ്ഡ്യൻ, അതായത് പാണ്ഡ്യൻ എന്നുള്ള പേര്, അപ്പോൾ നമ്മളത് ഈ തമിഴ് തത്തുല്യനായ പാണ്ഡ്യൻ എന്നുള്ള പേര്, അദ്ദേഹം ഈ ഏതൻസിൽ നിലവിലുള്ള ഇറ്റലിയിലാണ് ഈ പേരുള്ള ഭരണാധികാരിയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന അവകാശപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകൻ്റെ പേര് എരിച്ചാത്തൂസ് എന്നാണ്. എരിച്ചാത്തൂസ് എന്ന് പറഞ്ഞാൽ എരിച്ചാത്തനാണെന്നും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രാക്സിത്തൾ എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിന് തത്തുല്യമായ നാമം പ്രദക്ഷിണൈ എന്ന ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു റെഫറൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൻസിലും ശാസ്താവിനെ ആരാധിച്ചിരുന്നതായി നമുക്ക് തോന്നും. അതുപോലെ തന്നെ കാംബോഡിയയിൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയങ്ങൾ ഉള്ള കാംബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്രത്തിലും ശാസ്താവിനെ ദർശിക്കാനാവും എന്ന പരാമർശവും നമുക്ക് കണ്ടെത്താനാവും. അപ്പോൾ സംഘകാലത്ത് തന്നെ, ഇനിയിപ്പോൾ നമ്മൾ സംഘകാലഘട്ടത്തിലേക്ക് പോയാൽ തമിഴ് ജനതയുടെ നമ്മൾക്കറിയാം ഏറ്റവും വലിയ ഒരു സുവർണ കാലഘട്ടം. അപ്പോൾ അതിൽ തന്നെ ധാരാളം കവികൾക്ക് അവരുടെ പേര് ശരിക്കും ശീതലൈ ചാത്തനാർ, അതുപോലെ തന്നെ മോസി ചാത്തനാർ, ഒക്കൂർ മാ ചാത്തനാർ, ഇങ്ങനെ ധാരാളം കവികളുടെയൊക്കെ പേര് ചാത്തനാർ എന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക്. അത് ശരിക്കും ഈ പറയുന്ന ശാസ്താവ് എന്നതിൻ്റെ ഒരു വകഭേദമാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ചിലപ്പതികാരം, പുരാണനൂറ് തുടങ്ങിയ തമിഴ് ഇതിഹാസങ്ങളിലും ശാസ്താവിനെ ചാത്തനാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശാസ്താവ് എന്ന ഈ പരാമർശം വളരെ 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 മുൻപുള്ള കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾക്ക് ദർശിക്കാനാവും. അതോടൊപ്പം കൂട്ടി വായിക്കുന്നതാണ് നമ്മൾ കലിയുഗത്തിൽ അവതരിച്ച ഈ അയ്യപ്പൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പരാമർശങ്ങളൊക്കെ നമ്മളിവിടെ സൂചിപ്പിച്ചത്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ ധർമ്മശാസ്താവിൻ്റെ വിവിധ അവതാരങ്ങളിൽ, മുഖങ്ങളിൽ ഒരു മുഖമാണ് അയ്യപ്പൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ശബരിമല ശ്രീ അയ്യപ്പൻ. ഇപ്പോൾ മുകളിൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഈ പരാമർശങ്ങളിൽ നിന്ന് ലോകമെമ്പാടും നിരവധി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക്, ശാസ്താവിൻ്റെ ആരാധന സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഏകദേശം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. പ്രസിദ്ധമായ തമിഴ്നാട്ടിൽ തന്നെ ശാസ്താവിൻ്റെ വരവ് പാട്ട് അല്ലെങ്കിൽ വരവ് ഗാനങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ ശാസ്താവിനെ കുറിച്ചിട്ട് 8 രൂപങ്ങൾ ഉണ്ട് എന്ന് പൊതുവെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. 8 സ്വരൂപങ്ങളുണ്ട്. ശാസ്താവിൻ്റെ 8 പ്രധാന അവതാരങ്ങൾ, അതായത് 8 രൂപങ്ങളെ സൂചിപ്പിക്കുന്നു. അത് ഈ പറയുന്ന പോലെ ധ്യാനരത്നാവലി അങ്ങനെ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അഷ്ടശാസ്ത എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഹരിഹരപുത്രനായ ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ആ ധർമ്മശാസ്ത്ര ചൈതന്യത്തിൻ്റെ അവതാരം ഭൂമിയിൽ സംഭവിച്ച സമയത്ത് ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് 4 പ്രധാന പേരുകൾ നൽകിയതായി പറയപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ശാസ്ത. ശാസ്ത എന്ന് പറഞ്ഞാൽ ശരിക്കും ആജ്ഞാപിക്കുന്ന ചൈതന്യശക്തി അല്ലെങ്കിൽ ഭരിക്കുന്ന ചൈതന്യശക്തി, ശാസനം നടത്തുന്ന
ഒരു ചൈതന്യം എന്നർത്ഥം. അതുപോലെ തന്നെ ഭൂതനാഥൻ, എല്ലാ ജീവജാലങ്ങളുടെയും യജമാനനായി വർത്തിക്കുന്ന ചൈതന്യം. അതുപോലെ തന്നെ ആര്യൻ അല്ലെങ്കിൽ ആര്യദാതാവ്, ആര്യത എന്നൊക്കെ വിളിക്കുന്നത് അതെന്താണ്? ബഹുമാന്യരായ പ്രജയുടെ പിതാവിനെ പോലെയുള്ള ആ ചൈതന്യം അല്ലെങ്കിൽ പിതാ ചൈതന്യം. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പേരാണ് ശബരിമലയിലെ ശാസ്താവിൻ്റെ മൂലമന്ത്രത്തിൽ തന്നെയുള്ള നാമം പരായ ഗുപ്തൻ. അതായത് ശാശ്വതമായ രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നവൻ, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ശാശ്വതമായ രഹസ്യമായി വർത്തിക്കുന്നവൻ, പരായ ഗുപ്തൻ. അപ്പോൾ ഏതാണ് ഈ ശാസ്താക്കൾ എന്ന് ചോദിച്ചാൽ, ആദി മഹാശാസ്താവ്, ധർമ്മശാസ്താവ്, അതാണ് നമ്മൾ അയ്യപ്പൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതുപോലെ ജ്ഞാനശാസ്താവ്, കല്യാണവരദ ശാസ്താവ്, സമ്മോഹന ശാസ്താവ്, സന്താന പ്രാപ്തി ശാസ്താവ്, വേദശാസ്താവ്, വീരശാസ്താവ്. ഇങ്ങനെ 8 ഭാവങ്ങളിലാണ് ശരിക്കും ശാസ്താ ചൈതന്യം. പൊതുവെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാലത്തെ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾക്ക് ശാസ്താവിൻ്റെ ചൈതന്യ സ്വരൂപങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അഷ്ടശാസ്താക്കളായിട്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്കും ശരിക്കും ബ്രഹ്മശാസ്താവ് എന്ന് പറയുന്ന ഒരു നാമം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് അയ്യപ്പ ചൈതന്യവും ശാസ്താ ചൈതന്യവും തമ്മിലൊരു റിലേഷൻ നമ്മൾ ഈ നാമങ്ങളിൽ നമുക്ക് സൂക്ഷ്മം കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞത്, ശബരിമലയിലെ വിഗ്രഹത്തെക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ വിഗ്രഹ ചൈതന്യത്തെക്കാൾ ചൈതന്യവത്തായ ഒരു കാര്യം ശബരിമലയിൽ 18-ാം പടിയാണ്. അതായത് അത് തന്നെ ഈ 18 വിശുദ്ധ മലകളെ അല്ലെങ്കിൽ ഈശ്വരീയമായ മലകളെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിൽ 18 മലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് കാളകെട്ടി മലയാണ്, പിന്നെ ഇഞ്ചിപ്പാറക്കോട്ട, പുതുശ്ശേരിക്കാനം, കരിമല, നീലിമല, ഗൗണ്ടർമല, പൊന്നമ്പലമേട്, ചിറ്റമ്പലമേട്, മയിലാടുംമേട്, തലപ്പാറമല, നിലക്കൽമേട്, ദേവർമല, ശ്രീപാദമല, ഗഡ്ഗിമല, മാതംഗമല, സുന്ദരമല, നാഗമല, പിന്നെ 18-ാമത് ശബരിമല. അപ്പം എന്താണ് ഈ 18 എന്നുള്ളത് ഇന്നലെ നമ്മൾ ഒരു പരാമർശം പോലെ, ഒരു സൂചന പോലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 18 എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ശബരിമല തീർത്ഥാടനം ശരിക്കും നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു സാധകൻ്റെ യാത്രയുടെ ഒരു കണ്ണിൽ തന്നെയാണ്. അതായത് ഒരു ജീവാത്മാവ് പരമാത്മാവിലെത്താനുള്ള പുണ്യപാതകളാണ് ഈ 18 വിശുദ്ധ പടികൾ. അതായത് ഒരു ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതിന് മുമ്പ് ജീവാത്മാവ് ഈ 18 പടികൾ കടക്കേണ്ടതുണ്ട്. അതേതാണ് 18 പടികൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 5 പടി പഞ്ചേന്ദ്രിയങ്ങളും, അതിൻ്റെ അടുത്ത പടികൾ 8 പടികൾ, അതിനെ തുടർന്നുള്ള 8 പടികൾ അഷ്ടരാഗങ്ങൾ ആയിട്ടാണ്. അതായത് ഏതാണ് അഷ്ടരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംബ്, അസൂയ എന്നുള്ള ആ 8 അഷ്ടരാഗങ്ങൾ. അതിനുശേഷമുള്ള അടുത്ത 3 പടികൾ ത്രിഗുണങ്ങളായ സത്വരജസ് തമസ് എന്ന ത്രിഗുണങ്ങളെ സൂചിപ്പിച്ച് അതിനടുത്ത 2 പടികൾ വിദ്യയും അവിദ്യയുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ ഗുണങ്ങളും മറികടന്ന് അവസാനം പരമാത്മാവിലേക്ക്, നിർഗുണമായ അവസ്ഥയിലേക്ക് ഒരു ജീവാത്മാവിൻ്റെ സഞ്ചാരത്തെ പ്രതീകവൽക്കരിക്കുന്നതാണ് ശരിക്കും അർത്ഥത്തിൽ. വെറുതെ നമ്മളൊരു നേരം പോക്കിന് അങ്ങനെ ഒരു റിലേറ്റിവിറ്റി ഉണ്ടായതോ ഉണ്ടാക്കി കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഹിത സമൂഹമോ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ വിമർശകർ പറയുന്ന പോലെ വരേണ്യ വർഗമോ ഉണ്ടാക്കിയ ഒരു റിലേറ്റിവിറ്റി അല്ല. ശരിക്കും നമ്മൾ അയ്യപ്പൻ്റെ കാര്യങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ഈ 18 പടി ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കഠിനമായ വ്രതങ്ങൾ, കഠിനമായ തപസ്സുകൾ ഒക്കെ ആചരിച്ച് അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പന്മാരെയും മാളികപ്പുറത്തമ്മനെയും ശരണം വിളിച്ച് ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ശുദ്ധീകരിച്ച് പൂജാ സാധനങ്ങൾ അയ്യപ്പനെ കാണിക്ക വയ്ക്കാനുള്ള കാണിക്ക അടങ്ങുന്ന ഇരുമുടിക്കെട്ട് തലയിൽ ചുമന്ന് ശബരിമല തീർത്ഥാടനം നടത്തി പുണ്യമായ സത്യമായ 18-ാം പടി ചവിട്ടി ആ പരമപുണ്യം നേടുന്നു. ആ 18-ാം പടി കടന്ന് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് തത്വമസി എന്ന ആ ഉപനിഷത്ത് മഹാവാക്യത്തിനെയാണ്. അപ്പോൾ ഇതാണ് ശബരിമല തീർത്ഥാടനത്തിന് നമ്മൾക്ക് ആദ്യമേ മനസ്സിലാക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പടി. കാരണം എവിടുന്നൊക്കെയാണ് ശാസ്ത എന്നുള്ള പദത്തിൻ്റെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്?
ലോകമെമ്പാടും എത്ര കാലത്തോളം അല്ലെങ്കിൽ എവിടെയൊക്കെ ഈ ശാസ്ത എന്നുള്ള പേര് എന്നോട് ബന്ധപ്പെട്ട് ആരാധനാ സമ്പ്രദായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുമാരികാണ്ഡമായി പോലും നമുക്ക് ബന്ധം കണ്ടെത്താൻ പറ്റി. കാലിഫോർണിയയിൽ ഈജിപ്ത്, വടക്കൻ ഈജിപ്തിലുള്ള ആളുകളെ നോക്കുമ്പം ഇതിനുള്ള ബന്ധം കണ്ടെത്താൻ വേണ്ടി പറ്റി. ഇതൊക്കെ ഇനി അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ആധികാരികത കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മൾക്ക് ഇതുമായിട്ടൊക്കെ ബന്ധം നമുക്ക് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നതിന് തക്കതായ, വെറുതെ റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതിലൊക്കെ കാതലായ വശങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇനി ശരിക്കും നമുക്ക് ഇത്രയേറെ കോലാഹലം ഉണ്ടാക്കിയ ഒരു ആരാധനാലയമാണ് ശബരിമല. അപ്പോൾ ശരിക്കും അന്ന് സുപ്രീം കോടതിയിലും ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നടന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് സത്യവാങ്മൂലങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കക്ഷികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ശരിക്കും ഈ ശാസ്ത്രവും മതത്തിൻ്റെ ഒരു നിർവചനം ശരിക്കും ഭാരതത്തിൻ്റെ നമ്മൾ ഇന്ന് പിന്തുടരുന്നത് ഒരിക്കലും മതമെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു ആചരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദർശന പദ്ധതിയുടെ നിർവചനം ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അത് പറയാൻ കാരണം ശരിക്കും ഒരു അനുഭവവേദ്യമായ തദ്ദേശീയമായ അല്ലെങ്കിൽ ലോക്കലി അവൈലബിളായ ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു നിലനിൽപ്പ്, ഇതെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഇഴചേർന്ന് നിലനിൽക്കുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാരതത്തിൻ്റെ ഈ അറിവ് നമ്മൾ ശ്രമിച്ചാൽ അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ശരിക്കും ഭാരതത്തിൻ്റെ ഈ തനതായ പാരമ്പര്യത്തിലേക്കാണ്, അറിവുകളുടെ പാരമ്പര്യത്തിലേക്കാണ്, ജ്ഞാന പാരമ്പര്യമാണ്. അത് നമ്മൾക്കറിയാം. ജ്ഞാന പാരമ്പര്യം എന്താണ്? ഭാരതത്തിൻ്റെ വേദങ്ങളിലേക്കാണ്. വേദങ്ങളിലേക്ക് നമ്മളത് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നമ്മൾക്ക് ഈ ധർമ്മശാസ്ത്രൻ്റെ പരാമർശങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ആഗമശാസ്ത്രങ്ങളെയാണ്. അതായത് ഈ ദർശനങ്ങളിലൊക്കെ ശബരിമല ആചാരമായിട്ടൊക്കെ നമ്മുടെ ജ്ഞാനപരമ്പരയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ പോയാൽ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില പദങ്ങളാണ് ആയുർവേദം, അതിൽ തന്ത്രം, ചക്രങ്ങൾ, ആഗമശാസ്ത്രം. ഇതിലൊക്കെ ഈ ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ പറയുന്ന പദങ്ങൾ, ഈ പറയുന്ന വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് വെക്കുന്ന കുറേ മൗലികമായ തത്വങ്ങളുണ്ട്. അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ചിട്ട് മനുഷ്യൻ്റെ ശരീരശാസ്ത്രപരമായിട്ട് അവയ്ക്കുണ്ടാകുന്ന ആഘാതം ഒക്കെ ഞാൻ ഈ പറയുന്ന പോലെ ആയുർവേദം, തന്ത്രം, ഈ പറയുന്ന ചക്ര വ്യവസ്ഥകൾ, മനുഷ്യ ശരീരത്തിലെ ഊർജ്ജചക്ര വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ആഗമശാസ്ത്രങ്ങളൊക്കെ വളരെ വ്യക്തമായി മനുഷ്യ ശരീരശാസ്ത്രപരമായിട്ട് ഈ ആചാരത്തിന് ഉണ്ടാക്കുന്ന ആഘാതം എന്നത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടെക്സ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് നടന്നെത്തിയാൽ മാത്രമേ ഇത് ഈ ഒരു ശാസ്ത്രവും മതവും തമ്മിലുള്ള കണക്ഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അറിവുകളുടെ ഈ സമ്പ്രദായത്തിന് പുറകിൽ ശാസ്ത്രത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലായ്മ കൊണ്ടാണ് ശരിക്കും നമുക്ക്, അല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലായ്മ കൊണ്ടാണ് ശരിക്കും നമുക്ക് പലപ്പോഴും ഈ സാംസ്കാരികമായും മതപരമായുള്ള ആചാരങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇന്നാൾ നമ്മൾ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു ഗണപതി മിഥ്യയോ സത്യമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടതാണ് ഹൈന്ദവ സമൂഹം ഇങ്ങനെ പകച്ചു പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടു. അതെന്താണ്, ഗണപതി എന്താണെന്ന് നമ്മൾക്ക് ശാസ്ത്രീയമായിട്ട് വിവരിക്കാനുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെയോ ഈ ഇന്നത്തെ സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയോ നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. കാരണം അത് മെക്കോളൻ വിദ്യാഭ്യാസ സമ്പ്രദായം വന്നതിന് ശേഷം ഈ ഒരു സമ്പ്രദായം, ഗുരുകുല സമ്പ്രദായം നഷ്ടപ്പെട്ടു. നമുക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഹിന്ദു സ്റ്റഡീസിന് മാത്രം ഇവിടെ നമുക്കൊരു വേദിയില്ല. ബാക്കിയെല്ലാം നമുക്ക് പഠിക്കാം, പക്ഷേ ഒരിക്കലും നമ്മുടെ പാരമ്പര്യമായ, നമ്മുടെ വേര് ആയ ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു വേദിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സംസ്കാരത്തിന് മേലുണ്ടാവുന്ന കടന്നുകയറ്റങ്ങളിൽ നമ്മൾ പകച്ചു നിൽക്കുക. ഇപ്പം കുറേ കാലം മുമ്പേ സാക്കിർ നായിക് എന്ന് പറയുന്ന നമ്മൾക്കറിയാം, ആ ഒരു അദ്ദേഹം പല വേദികളിൽ നിന്നും പരസ്യമായിട്ട് ഹിന്ദു മതത്തെ വെല്ലുവിളിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അദ്ദേഹം ഉപയോഗിച്ചത് പുരാണങ്ങളിലുള്ള പരാമർശങ്ങളാണ്. അവിടെയും നമ്മൾ കാണുന്നത് ആ ചോദ്യം അദ്ദേഹം ചോദിക്കുമ്പം ഉത്തരം പറയാൻ വിഷമിക്കുന്ന ഹിന്ദു ആ വിവാദങ്ങളിൽ പോയിട്ട് പെട്ട്
അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ അടിയറവും പറഞ്ഞ് ഹിന്ദുമതം തെറ്റാണെന്നും പറഞ്ഞ് വരുന്ന ഹിന്ദുക്കളെയാണ്. സഹതാപമാണ്, അവരോടും സങ്കടമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു വേദി നമ്മുടെ ഈ പറയുന്ന വ്യവസ്ഥ, ഈ പറയുന്ന ദർശനങ്ങളുടെ വ്യവസ്ഥ, വൈദിക വ്യവസ്ഥ, താന്ത്രിക വ്യവസ്ഥ ഒന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. നമ്മൾക്ക് പറയാൻ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് നേരാംവണ്ണം ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വ്യവസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ നമ്മളുടെ ഈ ഭരണവ്യവസ്ഥ കൈയാളുന്ന ക്ഷേത്ര കമ്മിറ്റികളോ അങ്ങനെയുള്ള ആളുകളോ ആത്മാർത്ഥമായി ചെയ്യുന്നത് കാണുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഹിന്ദുമതം വലിയൊരു വെല്ലുവിളി ശരിക്കും നേരിട്ടുണ്ടായിരുന്നു. കാരണം പുരാണങ്ങൾ ശരിക്കും തത്വങ്ങളാണ്, കഥകളായാണ് പറയുന്നത്. അപ്പോൾ പുരാണങ്ങളിലെ കഥകളിലുള്ള ശരി തെറ്റുകളല്ല നമ്മൾ നോക്കേണ്ടത്, ആ കഥകളിൽ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പം ഭാരതത്തിൻ്റെതായ തദ്ദേശീയമായ ശാസ്ത്രീയമായ വിജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ഈ അറിവുകൾ സൂക്ഷ്മമായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നെന്ന് മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക സയൻസ് ശരിക്കും എന്താണ്, അത് മെറ്റാഫിസിക്കൽ സയൻസ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന പോയിന്റ് അവിടെയാണ്. കൂടുതലും ഈ പറയുന്ന ഊർജ്ജ കണ ധാരണയിലാണ് ഇപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാണ്ടം ആയ അവസ്ഥയിലാണ് ഇന്ന് ശാസ്ത്രം എത്തി നിൽക്കുന്ന ഒരു പുരോഗതി. നമ്മൾക്ക് അതിനെ ക്വാണ്ടം സയൻസ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഭാരതത്തിൽ തന്നെ കൊളോണിയൽ കാലത്തിനും അതിനു മുമ്പുള്ള കാലത്തും തദ്ദേശീയമായ വിജ്ഞാന സമ്പ്രദായങ്ങളെ ശരിക്കും ക്രമാനുഗതമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. കാരണം അതുകൊണ്ട് തന്നെയാണ്, ആ നാശം നേരിട്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ തദ്ദേശീയമായി ജ്ഞാന പാരമ്പര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല നമ്മൾ. കാരണം എന്താണ്, ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിദേശ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു വിജ്ഞാന ശാഖയ്ക്ക് എങ്ങനെയാണ് തദ്ദേശീയമായ ഗവേഷണങ്ങൾ നടക്കാം? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ ശാസ്ത്രീയമായി ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇടക്കാലത്ത്. അത് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ശാസ്ത്രീയമായ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് സംഭാവന ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു ലാംഗ്വേജിൽ നമ്മൾ സംസാരിച്ചാൽ ഇപ്പം ഡയഗ്നോസിസിൽ ശരിക്കും ആധുനിക മോഡേൺ സയൻസ് ക്വാണ്ടം ബയോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെ ഉണ്ടാവുക. ആയുർവേദവും മനുഷ്യൻ്റെ ചക്രവ്യവസ്ഥയും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വാണ്ടം ബയോളജി അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ സയൻസ് സഞ്ചരിക്കേണ്ടത്. കാരണം എന്താണ്, ഈ ശാസ്ത്രത്തിനനുസരിച്ചിട്ടാണ് ഹിന്ദു ദർശനത്തിലെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിലെ അല്ലെങ്കിൽ സനാതന സംസ്കാരത്തിലെ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കുള്ള അടിസ്ഥാന നിലനിൽപ്പ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞാൽ ആയുർവേദവും അല്ലെങ്കിൽ വേദവിജ്ഞാനവും ആയുസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആയുസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വേദവിജ്ഞാന ശാഖ, ഇതിനെയാണ് നമ്മൾ ആയുർവേദം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഊർജ കേന്ദ്രങ്ങളായ ചക്രവ്യവസ്ഥകൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആഗമശാസ്ത്രങ്ങൾ ക്ഷേത്ര നിർമ്മിതികളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ശബരിമലയെക്കുറിച്ചിട്ടും ഇതിൻ്റെ ശാസ്ത്രീയത, ആചാരത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഏകദേശം ഈ ചക്രത്തിൻ്റെ ധാരണയെങ്കിലും നമുക്ക് ഉണ്ടായാലേ നമുക്കിത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മതം ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ അയാൾക്ക് അനുഭവം വരിക എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ കാണുന്ന ആധ്യാത്മികത യഥാർത്ഥ ആധ്യാത്മികതയല്ല. കാരണം അവിടെ നമ്മൾ ഒരു ശിലയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ ആ ഈശ്വരനോട് പിന്നെ പലതും ചോദിച്ച് വാങ്ങുന്ന ഒരു രീതിയാണ് ഇന്ന് പുതിയ തലമുറയ്ക്ക്, ആധുനിക തലമുറയ്ക്ക് ആ ഭാരതീയ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ഭൂരിപക്ഷമാണ് കേട്ടോ. ഇതിൽ തന്നെ അതിൻ്റെ എല്ലാ സത്യവും ഉൾക്കൊണ്ട് ഉപാസന ചെയ്യുന്ന ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആളുകളുടെ ഇതാണല്ലോ നമുക്ക് പറയാൻ സാധിക്കാം. അപ്പോൾ എന്താണ് ശരിക്കും എന്തെങ്കിലും കാര്യം സത്യമാണെന്ന് ഇപ്പോൾ ഒരു ക്ഷേത്രം ദർശിച്ചാൽ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്താൽ ആ കാര്യം, ആ ക്ഷേത്രം, ആ പറയുന്ന മൂർത്തി അത് സത്യമാണ്, അതിന് ഇത്രയും ശക്തിയുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ശരിക്കും കൂടുതലും നമ്മൾ ഈ പറയുന്ന പോലെ മറ്റുള്ള ആളുകൾ പറഞ്ഞ വിവരങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരി തെറ്റ് എന്നൊക്കെ പറയും. അതായത് ഒരാൾ ഇത്ര കൊല്ലമായിട്ട് ശബരിമലയിൽ പോയപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങളുണ്ടായി, അല്ലെങ്കിൽ കൃത്യമായ അയാൾ ഗുരുവായൂർ എല്ലാ മാസവും തൊഴാൻ പോയപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ സമൃദ്ധി, അത് വേറൊരാൾ എൻഡോസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മൾ സത്യമായി സ്വീകരിക്കും. ഒരു വഴി അതാണ്. വേറെ എന്താണ്,
വിദഗ്ധരായ ആൾക്കാർ, ഈ മേഖലയിൽ വിദഗ്ധരായ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ആ മൂർത്തിയെക്കുറിച്ചും ചൈതന്യത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ സമാധി അവസ്ഥകളെക്കുറിച്ചും, സമാധി ചൈതന്യങ്ങളൊക്കെ ഉണ്ടാവും. മഹാക്ഷേത്രങ്ങളൊക്കെ നമുക്കറിയാം, പഴനിയിൽ ഭോഗരുടെ ചൈതന്യമാണ് മഹാചൈതന്യമായിട്ടുള്ളത്. അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അഗസ്ത്യൻ്റെതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചൈതന്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടുന്നേ അറിയാൻ പറ്റൂ? നമ്മൾ ഒന്നും ഇത് ഈ പറയുന്ന പോലെ നമ്മളെ എഡ്യൂക്കേഷണൽ ടെക്സ്റ്റ്സ് നമുക്കിതൊന്നും, ഈ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഈ മാർഗത്തിലുള്ള പ്രധാനികളായ ആൾക്കാർ അല്ലെങ്കിൽ വിദഗ്ധരായ ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി പറ്റുള്ളൂ. വേറൊരു മാർഗം കൂടിയുണ്ട്. അതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ഇതാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട മാർഗം. അതെന്താണ്? അതാണ് ശരിക്കും നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് നേരിട്ട് ലഭിക്കുന്ന അറിവ്. ഇതാണ് ശരിക്കും സത്യത്തെ മിഥ്യയിൽ നിന്ന് ഒരാൾക്ക് വേർതിരിച്ചറിയാനുള്ള യഥാർത്ഥമായ വഴി. യതീശ ഉദ്ദേശിക്കുന്നത് ഈ വഴിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പോലെ ശബരിമലയുടെ കഥകളിലേക്കും പുരാവൃത്തങ്ങളിലേക്കും അത് പുരാണ സൂചനകൾക്കും സൂചികകൾക്കും ഒക്കെ പിന്നാലെ പോയാൽ നമ്മൾ ഭൂരിഭാഗം ആളുകളും ചെന്ന് നിൽക്കുന്നത് ഒരു ആശയക്കുഴപ്പത്തിൻ്റെ മുനമ്പത്തിലേക്കാണ്. കാരണം ചില സ്ഥലങ്ങളിൽ പറഞ്ഞത് അപ്പുറത്ത് ഘടകവിരുദ്ധമായിട്ടൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ ഇതിനെ എൻഡോസ് ചെയ്യും? ആരിതിനെ എൻഡോസ് ചെയ്യും? കാലഗണനയിൽ വരുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ, ഇതൊക്കെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അവിടെയാണ് നമ്മൾക്ക് ഈ പറയുന്ന മതവും അനുഭവവും അല്ലെങ്കിൽ ആചാരവും അനുഭവവും എന്നുള്ള സിദ്ധാന്തം വെച്ചിട്ട് രണ്ടാമത്തെ വഴി നമ്മൾക്ക് ഓപ്റ്റ് ചെയ്യാം. എന്താണ്? ഇതിലുള്ള വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മൾക്ക് മുൻപോട്ട് പോകാം. ഇത് സത്യവും മിഥ്യവും തിരിച്ചറിയാം. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും ഫലപ്രദമായതും ഏറ്റവും സുതാര്യമായ വഴി സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന്, അനുഭവങ്ങളിലൂടെ, ജീവിതാനുഭവം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ജീവിത അനുഭവത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന അറിവ്, ആ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾക്ക് എപ്പോഴും സത്യത്തെയും മിഥ്യത്തെയും നിന്ന് സത്യവും മിഥ്യവും തമ്മിലുള്ള ആ വ്യത്യാസം തിരിച്ചറിയാം. അപ്പോൾ അതിലും പ്രധാനമായിട്ട് നേരിട്ടുള്ള അനുഭവത്തിനാണ് ശരിക്കും മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ സാംസ്കാരികമായ ഈ ധാരണകളെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാം. ശരിക്കും ഒരു ആചാരമുണ്ടായി വരുന്നത് ഈ പറയുന്ന നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഒരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏത് സ്ഥലം സന്ദർശിച്ചാലും നിങ്ങൾക്ക് നേരിട്ടുണ്ടാവുന്ന അനുഭവമാണ് ശരിക്കും ആ ഒരു സ്ഥലത്തിന് മാറ്റുകൂട്ടുന്നത്. അപ്പം എങ്ങനെയാണ് ശരിക്കും ഞാൻ ശബരിമല സന്ദർശിച്ച സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളും ഒരു സാധകൻ എന്ന നിലയിൽ അത് എന്നിൽ ഏൽപ്പിച്ച ആഘാതവും എനിക്ക് മനസ്സിലാക്കി തന്നതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ. ശരിക്കും ഒരു ക്ഷേത്രത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യത്തിൻ്റെ സ്വഭാവം നമ്മൾക്ക് ഏത് വിധത്തിലാണ് അനുഭവിക്കാനാവുക എന്ന് ചോദിച്ചാൽ ശരിക്കും ഭാരതത്തിൻ്റെ തദ്ദേശീയമായ ശാസ്ത്രങ്ങൾ, ഞാൻ ഈ തദ്ദേശീയമായ ശാസ്ത്രങ്ങളെന്ന് പറയാൻ കാരണം ഇപ്പോൾ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തദ്ദേശീയമായ ശാസ്ത്രങ്ങൾ തന്നെയാണ്, അറിവ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വേൾഡ് ഈ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും യുനെസ്കോ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അത് വലുതായിട്ട് നമ്മൾ കരുതാറുള്ളൂ, അല്ലേ? യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ അത് ഗംഭീരം. ഇന്നാൾ ഞാൻ നവരാത്രി സമയത്ത് ഏതോ ലേഖനം വായിക്കുന്ന കൂട്ടത്തിൽ അവിടെ ആ ലേഖനം തുടങ്ങുന്നത് തന്നെ ബംഗാളിലെ കാളി പൂജ ഒരു ഹെറിറ്റേജ് ഫെസ്റ്റിവലായി യുനെസ്കോയുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു എന്നാണ്. അപ്പം ആ എഴുതിയ ലേഖകൻ തികച്ചും ഒരു തദ്ദേശീയനായ ലേഖകനാണ്. പക്ഷെങ്കിൽ ആ ലേഖകന് പോലും ആളുകളോട് പറയാനുള്ള ഒരു അളവുകോൽ എന്താണ്? യുനെസ്കോ നമ്മൾ അംഗീകരിച്ചു, അതുകൊണ്ട് നമ്മൾ മഹത്തായതാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ഋഷീശ്വരന്മാർ. കാരണം അവർ വളരെ പരിശ്രമത്തോടു കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തിലേക്കുള്ള യാത്രകൾ ചെയ്യുകയും അവർ കണ്ടെത്തിയത് ലോകത്തോട് വളരെ വിശേഷമായി എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾക്ക് ഇന്ന് എന്തുകൊണ്ടോ എല്ലാം എൻഡോസ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ മഹത്വം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെയും കൊണ്ട് അല്ലെങ്കിൽ അത് ആചരണത്തിൻ്റെ ഭാഗമാക്കാറുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ക്ഷേത്രത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യം, അതിൻ്റെ സ്വഭാവം ഏത് വിധത്തിൽ എനിക്ക് അനുഭവിക്കാനാവും. അപ്പോൾ ഭാരതത്തിൻ്റെ ഈ പറയുന്ന തദ്ദേശീയമായ ശാസ്ത്രങ്ങളിലൂടെ അത് വിവരിക്കാൻ ശ്രമിച്ചാൽ സൂക്ഷ്മമായ മണ്ഡലങ്ങളെ അനുഭവിച്ചറിയാനുള്ള ഒരു കഴിവോട് കൂടിയിട്ടാണ് ചിലർ ജനിക്കുന്നത്. ചില ആളുകളുടെ ശരീരം അങ്ങനെയുള്ള ഒരു പ്രത്യേക ജന്മനാൽ, നമ്മൾ പറയില്ല, ജന്മനാൽ ആൾക്ക് കിട്ടിയ അനുഗ്രഹമാണത്. ഭാരതത്തിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൂർവ്വജന്മ സംസ്കാരം.
അപ്പം ശരിക്കും ഒരു മനുഷ്യൻ പിറന്ന് വീഴുമ്പോൾ അങ്ങനെ ഒരു സിദ്ധിയോടുകൂടി ജനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള അതീന്ദ്രിയമായ അനുഭവങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് കിട്ടും. അതാണ് ആധ്യാത്മിക മണ്ഡലത്തിൽ ചില ആൾ ചില സ്ഥലത്ത് പോയി ഇരുന്ന് ധ്യാനിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ആനന്ദം അയാളുടെ കൂടെ ഇരുന്ന് ധ്യാനിച്ച ആളുകൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ പറയുന്ന സാധാരണക്കാരാണ്. ഈ പറയുന്ന അതീന്ദ്രിയ അനുഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അനുഗ്രഹം കിട്ടി വന്ന ആളുകളൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ സൂക്ഷ്മമായ അനശ്വരത അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ശരിക്കും ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യണം, സജ്ജമാക്കണം. അതാണ് ഇതിന് ഏറ്റവും ആദ്യം ഞാൻ ഈ പറയുന്ന പോലെ ഒരു ക്ഷേത്രത്തിൽ ശബരിമല പോലെയുള്ള ഇന്ന് ഈ പറയുന്ന പോലെ ലോകം ഉറ്റുനോക്കുന്ന അല്ലെ ഇന്നത്തെ കാലത്ത് അവിടെ എന്താണ് ഇത്ര വലിയ മാജിക് എന്ന് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ആ മാജിക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അടിയന്തരമായി വേണ്ടത് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെയും ഒരേപോലെ സജ്ജമാക്കണം, റെഡിയാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തന്ന വിദ്യയാണ് യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവയുടെ സ്ഥിരമായ പരിശീലനം. എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, സ്ഥിരമായ പരിശീലനം. ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ വശങ്ങളെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് അത് നമ്മളെ വളരെ സഹായിക്കും. നമ്മുടെ ശരീരം മറ്റ് സ്വാസ്ഥ്യങ്ങളൊന്നുമില്ലെങ്കിൽ തീവ്രമായ അനുഭവങ്ങളിലേക്കുള്ള ഒരു കരുവാണ് ശരിക്കും നമ്മുടെ ശരീരം. ഒരു ഏറ്റവും നല്ല ടൂളാണ് ശരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ അസ്വസ്ഥവും ഒരു വേദനാജനകവുമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കുക. അസ്ഥിരതയുള്ള ഇന്നത്തെ നമ്മളുടെ എപ്പോഴും ടെൻഷന്, പ്രഷർ, ആശങ്ക ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സൂക്ഷ്മമായ വശങ്ങളിലേക്ക് യാത്ര ചെയ്യാനോ അത് അനുഭവപ്പെടുത്താനോ അല്ലെങ്കിൽ അനുഭവപ്പെടാൻ വേണ്ടിയിട്ടോ അയാളുടെ ശരീരത്തെ അയാൾ പാകപ്പെടുത്തിയെടുക്കുക. ഇത് വളരെ ടഫസ്റ്റ് ടാസ്ക് ആയിരിക്കും ഇന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ലോകവുമായിട്ട് നമ്മൾ ഇൻ്ററാക്ട് ചെയ്ത് ഇന്ന് ഇത്രയും ഈ പറയുന്ന പോലെ നമ്മളിപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾക്ക് നമ്മുടെ ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾക്ക് വളരെ കുറവാണ്. കാരണം എന്താണ്, നമുക്ക് ഇലക്ട്രോണിക് വാച്ച് മുതൽ മൊബൈൽ, വീഡിയോ ഗെയിംസ് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ബാല്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാല്യത്തിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു, പ്രകൃതിപരമായും കളികളായും കൂട്ടുകെട്ടായും ഒക്കെ. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ പരിതാപകരമായ അവസ്ഥ എന്താണ്, അവർ ഇൻഫർമേഷൻ പരമായിട്ട് ഓവർഫ്ലഡഡ് ആണ്. എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ ഈ പറയുന്നത് പോലെയാണ്. ഈച്ച് സെക്കൻഡ് അവരുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആണ്. കാരണം അങ്ങനെയാണ് ഓരോ ഇപ്പം നമുക്ക് തന്നെ അറിയാം അല്ലേ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റ അങ്ങനെയുള്ള ഏത് സാമൂഹിക മാധ്യമങ്ങൾ, വാട്സാപ്പ് പോലെയുള്ള മാധ്യമങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് മിക്കവരും. ഏകദേശം ഒരു 70-80% ആളുകൾ. അവർക്ക് തന്നെ അറിയാം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ മൈക്കിൽ പോലും ക്യാച്ച് ചെയ്ത് അതൊരു ആൽഗോറിതം ഡെവലപ്പ് ചെയ്ത് വെച്ച ആൽഗോറിതത്തിലൂടെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഇവിടെ സംസാരിക്കുന്നുവോ അത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ലീഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫീഡ്സ് ആയിട്ട് വരും. അതായത് ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ, എന്താണ് എൻ്റെ ആക്ഷൻസ്, അത് ടൈപ്പ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ആൽഗോസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ മനസ്സിനെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ലീഡ്സ് എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അതൊരു മിനിറ്റിന് ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് വരികയാണ്. അപ്പോൾ എന്താവും നമ്മുടെ അവസ്ഥ? സൂക്ഷ്മവശങ്ങളിലേക്കുള്ള യാത്ര അതിവിദൂരമായ ഒരു സ്വപ്നമാവും ഇന്നത്തെ തലമുറയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ സൂക്ഷ്മമായ തലത്തിൽ സ്വന്തമായ അനുഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസിനെ, കലമ്പലുകൾ അല്ലേ, അതിനെ തികച്ചും ശാന്തമാക്കേണ്ടത് ആവശ്യമാണ്. നാം തേടുന്നതൊക്കെ നമുക്കുള്ളിൽ തന്നെ ഉണ്ട്, നമുക്കറിയാം. മോഡേൺ സയൻസും അത് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊക്കെ നമ്മൾ നിശബ്ദമായി പരിശീലിക്കുമ്പോൾ മാത്രം ഇത് പുറത്തേക്ക് വരുന്ന ആവിർഭാവങ്ങളാണ്, മാനിഫെസ്റ്റേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സനാതന സംസ്കാരത്തിൽ മതത്തെ എപ്പോഴും തീവ്ര വിരക്തിയാൽ ശരീരത്തിന് വരുത്തലും അതുപോലെ തന്നെ മനസ്സിനെ നിശബ്ദമാക്കലുമാണ് ഏറ്റവും ആദ്യത്തെ പടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുവഴി നമ്മളെ തന്നെ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വിട്ട് ഈ ബന്ധം, നമ്മുടെ ഉള്ളിലേക്ക് തിരിയുന്ന ആ ബന്ധം, അതിലൂടെ നമ്മൾക്ക് നമ്മളെ കൂടുതൽ വ്യക്തമായി അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ശബരിമല ആചാരങ്ങളിൽ ഇത് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ യോഗിക് മെത്തേഡ് ശരിക്കും ഈ ശബരിമല ആചാരങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവങ്ങൾ വിസ്തരിച്ച് പറയുന്നതിൻ്റെ തന്നെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്കും ഈ അനുഭവം, ഈ പറയുന്ന ചിട്ടവട്ടങ്ങളിലൂടെ നമ്മൾ കഠിന വ്രതത്തിലൂടെ ഒക്കെ പോയാൽ നമ്മൾക്കും ഈ അനുഭവം നേടിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, ശബരിമലയുടെ
ചൈതന്യം അത്രയും ശക്തിമത്താണ്. ഇപ്പം നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലേ, ശാസ്ത്രത്തിൽ ഐസക് ന്യൂട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഒരാൾക്ക്, ഇപ്പം എനിക്ക് മറ്റൊരാളെക്കാൾ ദൂരെ കാഴ്ച കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതികായകന്മാരുടെ ചുമലുകളിൽ ഏറി നിന്ന് നോക്കണം അല്ലേ? ഏറ്റവും ടോളസ്റ്റ് ആൻഡ് ടഫസ്റ്റ് ആയ കാര്യം ആളുടെ മേലെ കയറി നിന്ന് നോക്കിയാൽ നമ്മൾക്ക് ബഹുദൂരം കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാനും ചെയ്തത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ ഈ മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി, പ്രഭാഷണങ്ങൾ നടത്തിയ ആളുകൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യം, ഡോക്ടർ സിനു ജോസഫ്, അതുപോലെ ഡോക്ടർ ആർ രാമാനന്ദ്, അതുപോലെ തന്നെ ശബരിമലയെക്കുറിച്ചും ശാസ്താ ചൈതന്യത്തെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് സംസാരിക്കുന്ന ശരത്തേട്ടൻ്റെ ഒക്കെ പ്രഭാഷണങ്ങളിലൂടെയാണ് ശരിക്കും ഞാൻ ഈ അനുഭവങ്ങളിലേക്കും ഈ പറയുന്ന ഈ ആശയങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ വായനകളിൽ നിന്നും ആ കേൾവികളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായതും സ്വന്തം അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായത് ശരിക്കും എന്താണ്, ഈ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ ഷഡ്ചക്ര ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു യാത്രയാണ് ശരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ഈ പരമ്പരയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന എല്ലാ ആശയങ്ങളിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. എന്നാലേ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം, നന്മയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ സാക്ഷാൽ ധർമ്മശാസ്താവ് നിങ്ങൾക്ക് തന്നതായിട്ട് തന്നെ കരുതുക. തെറ്റുകളൊക്കെ എൻ്റെതാണ്, ഇപ്പോൾ നന്മകളൊക്കെ ഭഗവാൻ്റെതാണ്. അപ്പോൾ ശരിക്കും ധർമ്മശാസ്താവിനെ സംബന്ധിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട്, അല്ലെങ്കിൽ സ്വാമിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സ്വാമിക്ക് വിവിധ ഭാവങ്ങളുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സാത്വികമായ ഭാവത്തിൽ സ്വാമിയുടെ ധ്യാന ശ്ലോകമുണ്ട്, തേജോ മണ്ഡല മധ്യകം എന്ന് പറഞ്ഞ ശുദ്ധഭാവം. അതിൽ നമ്മൾ ശരിക്കും ശാസ്താവിനെ ശുദ്ധമായ സാത്വിക ഭാവത്തിലാണ് ആ ധ്യാന ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കുന്നത്. അതുപോലെ തന്നെ രാജസീകമായ ഭാവമുണ്ട്, ശാന്തം ശാരദ ചന്ദ്രകാന്തി ധവളം ചന്ദ്രാഭിരാമാനനം ചന്ദ്രാംഗോപകാന്ത കുണ്ടലധരം ചന്ദ്രാഭവാസം ശുഖം വീണാ പുസ്തകമക്ഷരസൂത്രവലയം വ്യാഖ്യാനമുദ്രാം ഖരൈ ബിഭ്രാണാം ഖരൈ സദാഹൃതി മഹാശാസ്താരം വാക്സിദ്ധയെ. അപ്പോൾ അതുപോലെ തന്നെ താമസികമായതുണ്ട്, കൽഹാരോജ്വല നീലകുന്തളം. വളരെ ശക്തിമത്തായ, വളരെ എനർജറ്റിക്കായ, വളരെ പവർഫുള്ളായ ഒരു ധ്യാന ശ്ലോകം കൂടെ നമുക്ക് കാണാൻ പറ്റും. ഒരു യഥാർത്ഥ ഈ പറയുന്ന ഒരു പോരാളിയെ പോലെ ദൃഢമായി ഇരിക്കണ, ഒരു ഉറച്ചിരിക്കണ ആ ഒരു താമസികമായ ഭാവം. അപ്പം നമ്മൾക്ക് തന്നെ അറിയാം, ശബരിമല ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ന് നമ്മൾ ഭൂരിഭാഗം ആളുകളും ശബരിമലയിലേക്ക് പോകുന്നത് ശബരിമല എന്നുള്ള ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്തേക്കാണെങ്കിൽ ശരിക്കും അതിൻ്റെ തീർത്ഥാടന സമ്പ്രദായം അങ്ങനെ ആയിരുന്നില്ല രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയത്. കാരണം ശബരിമലയെ കുറിച്ച് പറയുമ്പം ശബരിമലയോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ. അയ്യപ്പൻ എന്ന് പറയുന്ന മണികണ്ഠൻ്റെ ഇതിഹാസത്തിനൊക്കെ എത്രയോ മുൻപ് നമുക്ക് ഈ ക്ഷേത്രങ്ങൾ നിലവിലുണ്ട്. അതായത് അച്ഛൻ കോവിലും ശബരിമലയൊക്കെ നിലവിലുണ്ടായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അയ്യപ്പൻ ജനിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ കോവിലും ശബരിമലയും ഒക്കെ പ്രസിദ്ധമാണ്, മണികണ്ഠൻ ജനിക്കുന്ന സമയത്ത് തന്നെ. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായ ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ശബരിമലയിൽ കാണുന്നത് ഒരുപാട് കാലത്തെ ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ ഒക്കെ അമാൽഗമേറ്റ് ചെയ്ത് കൂടിച്ചേർന്ന് പരിണമിച്ച് വന്ന ഒരു ആചാര സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ തിരിച്ച് വേർതിരിക്കാൻ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടണം. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ഒരു സമീപനം ആ ഇടക്കാലത്ത് വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കലിയുഗത്തിൽ തന്നെ നമ്മൾ അയ്യപ്പൻ്റെ കഥകൾ ധാരാളം ഡയമെൻഷൻസിൽ കേട്ടിട്ടുണ്ട്, ഒരുപാട് തലങ്ങളിൽ. കലിയുഗത്തിൽ ജനിച്ച ശാസ്താവ് ശരിക്കും പന്തളത്തെ ബാലകനായി വളർന്ന് മഹിഷിയെ തോൽപ്പിച്ച് വൻപൊലി വാഹനനായി അവതരിക്കുകയും ഭൂതനാഥ ഗീത ഉപദേശിക്കുകയും ചെയ്ത, അതിനുശേഷം ശബരിമലയിൽ ക്ഷേത്രം പണിയുകയും ചെയ്തു എന്ന് നമ്മൾക്ക് ഉള്ളൊരു കഥയുണ്ട്. ഇതിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ. കാരണം ചരിത്രപരമായി നോക്കുമ്പം അയ്യപ്പന് മുമ്പേ ശബരിമല നിലനിൽക്കുന്നത് കാണാം. പക്ഷേ അയ്യപ്പൻ്റെ ഒരു ഇതിഹാസത്തിൽ മലമുകളിലേക്ക് അമ്പ ചെയ്ത് അച്ഛനോട്, രാജശേഖര രാജാവിനോട് പറയുന്നത് അവിടെ എനിക്ക് ക്ഷേത്രം പണിയണമെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വകഭേദങ്ങൾ നമ്മൾ കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഉപാസകൻ്റെ കാഴ്ചയിലൂടെ അതിൻ്റെ ആചാരപരമായ ചൈതന്യപരമായ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ
എന്തായാലും ഇറങ്ങി ചെല്ലേണ്ടത്. കാരണം അതാണ് എനിക്ക് സത്യം ഏത് മിഥ്യ ഏത് എന്ന് തെളിയിച്ച് തരാൻ പറ്റുന്ന കാര്യം. കാരണം ബാക്കി ഒരു രേഖകളും എനിക്ക് ഒരിക്കലും സത്യം ഏത് മിഥ്യ ഏതെന്ന് തിരിച്ചറിയാൻ പാകത്തിലുള്ളതല്ല. അപ്പോൾ നമ്മളിൽ പലരും അറിഞ്ഞിരിക്കേണ്ട ചരിത്രപരമായ ശാസ്താവ് അത് കുറച്ചുകൂടി ആധികാരികതയുള്ള രേഖകളിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാണ്ഡ്യ രാജവംശം തമിഴ്നാട്ടിൽ കേന്ദ്രീകരിച്ചുണ്ടായ ആ രാജവംശം ശത്രുക്കളുടെ ആക്രമണത്താൽ ചോളന്മാരുടെയൊക്കെ ആക്രമണത്താൽ തകർന്ന് അവർ വള്ളിയൂരിലും പിന്നീട് തെങ്കാശിയിലും കുറച്ച് കാലമൊക്കെ ഭരിച്ച് തെങ്കാശി പാണ്ഡ്യരിൽ നിന്ന് വന്ന രാജാക്കന്മാർ കേരളത്തിലെ പന്തള പ്രദേശത്ത് വന്ന് അവിടെ ഭരണം സ്ഥാപിച്ചു എന്ന ഒരു ചരിത്രരേഖകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പാണ്ഡ്യ രാജാക്കന്മാർ വന്ന കാലത്ത് തന്നെ അവിടെ അവർ ചോളന്മാരുടെ ഒരുപാട് ആക്രമണങ്ങൾക്കൊക്കെ വിധേയരായിട്ടാണ് ആ രാജ്യം വിട്ട് പോരേണ്ടി വന്നത്. രാജ്യം എന്ന് ഞാൻ പറയുന്നത് ആ കാലത്ത് അതൊക്കെ രാജ്യമാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ മോഡേൺ ഹിസ്റ്ററിയിൽ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ചോളന്മാർ ശരിക്കും ഈ പാണ്ഡ്യന്മാരെ എവിടെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി പറ്റുമോ അവിടെയൊക്കെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാത് പ്രദേശത്ത് ഇതിനു വേണ്ടിയിട്ട് ചാരന്മാരെയും അവരുടെ തന്നെ പടയാളികളും സേനാനായകന്മാരെയൊക്കെ ഇവർ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉദയനൻ, പുതുച്ചേരി മുണ്ടൻ തുടങ്ങിയ, നമ്മൾ ഉദയനനെ കുറിച്ച് പറയുമ്പം കൊള്ളക്കാരൻ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നതെങ്കിലും ഉദയനന് ഒരു ഡയമെൻഷൻ പറയുന്നത് ഉദയനൻ ശരിക്കും ഈ ചോള രാജവംശത്തിലെ ഒരു ചീഫ്റ്റനായിരുന്നു, അല്ലെങ്കിൽ ഒരു സേനാനായകനായിരുന്നു. ആ പ്രദേശത്തിൻ്റെ അധികാരം കൈയാളിയ ഒരു സേനാനായകൻ ചോളന്മാരുടെ. അപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് തന്നെ ഇഞ്ചിപ്പാറ കോട്ടയിലാണ് ഉദയനൻ്റെ താമസം എന്ന് പറയും. അപ്പോൾ രാജശേഖരൻ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ പന്തള രാജ്യം ഭരിക്കുന്നതിൻ്റെ പ്രാന്തപ്രദേശമാണ് ഇതൊക്കെ. അപ്പോൾ രാജശേഖരൻ്റെ കോട്ട അല്ലെങ്കിൽ രാജ്യം ആക്രമിച്ച്, ഈ അക്രമത്തിന് തന്നെ വേറെയും ഒരുപാട് വശമുണ്ട്. കാരണം അന്ന് പാണ്ഡ്യ രാജ്യത്തിൻ്റെ കുലദേവതാ ചൈതന്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ രാജാക്കന്മാർക്കും ഈവൻ ഈ പറയുന്ന സേനാനായകന്മാർക്കും കൊള്ളക്കാർക്ക് പോലും ഉപാസനാമൂർത്തി കുലദേവതാ സങ്കല്പം അന്ന് നിലവിലുണ്ട് ശക്തമായിട്ട്. അപ്പം ചില രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് പൊതുവേ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കുലദേവതാ ചൈതന്യം ആരാണെന്ന് അവർ കണ്ടെത്തിയിട്ട് ആ കുലദേവതാ ക്ഷേത്രം അവർ തകർക്കും. അങ്ങനെ ആ കുലദേവതാ ചൈതന്യത്തെ ഭ്രഷ്ടാക്കിയതിന് ശേഷമാണ് രാജ്യത്തെ ആക്രമിക്കുക. കാരണം ആ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ആ ചൈതന്യത്തെ ആദ്യം ഇല്ലാതാക്കിയതിന് ശേഷം ആ രാജ്യം പിടിച്ചടക്കാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ സാമൂതിരിയുടെ ചരിത്രമൊക്കെ എടുത്താൽ നമുക്കറിയാം. തിരുമാന്താംകുന്നിൽ വേഷപ്രച്ഛന്നനായി തപസ്സിരുന്നതും അങ്ങനെ ഒരുപാട് കേരള ചരിത്രം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ പണ്ട് രാജാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ശബരിമല ഉദയനൻ ആക്രമിച്ച് അവിടെയുള്ള വിഗ്രഹങ്ങൾ തകർത്ത് ക്ഷേത്രത്തിന് തീയിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിയെ അദ്ദേഹം കൊലപ്പെടുത്തി, കഴുത്ത് വെട്ടി കൊലപ്പെടുത്തി. അങ്ങനെ പന്തള രാജാവിനെ ആക്രമിച്ച് രാജശേഖര പാണ്ഡ്യൻ, കാരണം രാജശേഖര പാണ്ഡ്യൻ്റെ സാമ്രാജ്യം അല്ലെങ്കിൽ രാജ്യം കാത്തു സൂക്ഷിച്ചിരുന്നത് ശബരിമല ശ്രീധർമ്മശാസ്താവായിരുന്നു. ഇത് മനസ്സിലാക്കി ഉദയനൻ ആദ്യം ചെയ്തത് ശബരിമലയെ ആക്രമിച്ച് ആ ചൈതന്യത്തെ ഭ്രഷ്ടാക്കിയതിന് ശേഷം രാജശേഖര പാണ്ഡ്യനെ ആക്രമിച്ച് കൊട്ടാരം പിടിച്ചെടുത്ത് അവിടെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊട്ടാരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായും പറയുന്നുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മായ എന്ന് പറയുന്ന അതിസുന്ദരിയായ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി ഇഞ്ചിപ്പാറ കോട്ടയിൽ തടവിലാക്കി എന്ന്. അപ്പോൾ ഈ ക്ഷേത്രം, ശബരിമല ക്ഷേത്രത്തിൽ അന്നുണ്ടായ നമ്പൂതിരിയെ വെട്ടി കൊലപ്പെടുത്തിയപ്പോൾ നമ്പൂതിരിയുടെ മകൻ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി ഒളിച്ച് തമിഴ്നാട്ടിൽ ചെന്ന് ഒരുപാട് കളരി മുറകളൊക്കെ പഠിച്ച്, കാരണം ഈ ഉദയനൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു പോരാളിയാണ്. ഒരുപാട്, കാരണം അങ്ങനെയുള്ള ആളുകൾക്കാണല്ലോ സൈന്യാധിപനൊക്കെ ആയിത്തീരാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ ആയോധന കലയിലൊക്കെ എല്ലാ സിദ്ധികളും നേടിയ ആളായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജയന്തൻ എന്നാണ് ഈ നമ്പൂതിരിയുടെ മകൻ്റെ പേര്. അങ്ങനെ ജയന്തൻ പ്രതികാര ബുദ്ധിയോടെ പോയി തമിഴ്നാട്ടിലും ഈ സിദ്ധ പാരമ്പര്യമുള്ള ഈ മലനാടുകളിലൊക്കെ പോയി
അവിടെ ഇന്ന് ഗുരുക്കന്മാരുടെ കൂടെ താമസിച്ച് ഈ ആയോധന കലകളും ഈ ഉദയനനെ കൊല്ലുക എന്ന ആ ഒരു ബുദ്ധിയിൽ ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ച് വന്ന് ഉദയനനെ ആക്രമിച്ച് ഇഞ്ചിപ്പാറ കോട്ടയിൽ നിന്ന് മായയെ മോചി. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ രാജകുടുംബത്തിലെ ഒരു ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയാൽ അവിടെ ഭ്രഷ്ട് ആവും എന്നുള്ള ഒരു സാമൂഹിക നീതി പണ്ട് ഉണ്ടായിരുന്നല്ലോ. നീതി എന്നല്ല അതിനെ വിളിക്കേണ്ട, സാമൂഹിക രീതി. കാരണം ഇപ്പം എൻ്റെ പ്രദേശമായ കണ്ണൂരിലൊക്കെ അങ്ങനെയാണ്. കാരണം അവിടെ ചിറക്കൽ കോവിലകവും അറക്കൽ കോവിലകം, അറക്കൽ രാജവംശം, കോവിലകമല്ല അറക്കൽ രാജവംശം തമ്മിലൊക്കെ ഉണ്ടായ ബന്ധം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബന്ധം ഉണ്ടായ സമയത്ത് ആ രാജകുമാരിയെ അല്ലെങ്കിൽ ചിറക്കൽ കോവിലകത്തെ രാജകുമാരിയെ അവർക്ക് വിവാഹം കഴിച്ചു. അത് അറക്കൽ കോവിലകം എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. അങ്ങനെ അവർക്ക് ഈ ലക്ഷദ്വീപും ഭരണ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്ത് അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ രീതി. അപ്പോൾ ഇതുപോലെ മായയ്ക്ക് ഭ്രഷ്ട് വന്ന സമയത്ത് മായയെ ഈ ജയന്തൻ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ കൂടെ താമസിപ്പിച്ച് അങ്ങനെ അതിൽ മായ ഗർഭം ധരിക്കുകയും അതിലുണ്ടായ കുഞ്ഞാണ് മണികണ്ഠൻ എന്ന ഒരു വാദം കൂടെ ഉണ്ട്. അപ്പോൾ അയ്യപ്പൻ എന്ന വീരൻ ജനിക്കുന്നത് ഈ പറയുന്ന രാജശേഖര പാണ്ഡ്യൻ്റെ മകളായ മായയ്ക്കും ശബരിമല അന്ന് കൊല്ലപ്പെട്ട നമ്പൂതിരിയുടെ മകൻ ജയന്തനും ഇതിലാണ് ജനിക്കുന്നത്. അപ്പോൾ ആ ജനിച്ച ആ കുഞ്ഞിനെ നായാട്ടിന് പോയി, കാരണം ഭ്രഷ്ടായതാണ്, സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രാജവംശത്തിന്. അതുകൊണ്ട് മണികണ്ഠനെ ഈ പറയുന്ന നമ്മൾ കേട്ട ഐതിഹ്യം അനുസരിച്ച് രാജകൊട്ടാരത്തിലേക്ക് ഒരു കുഞ്ഞായി കൊണ്ടുവരികയും ഇതേ ജയന്തൻ തന്നെ അയ്യപ്പനെ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിൽ വരുന്ന കഥകളും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പോലെ ധാരാളം കഥകളുടെ വൈവിധ്യം നമുക്ക് അയ്യപ്പനെ കുറിച്ച് അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടവരും. പക്ഷെ നമ്മൾ പോകുന്ന വഴി ഏതാണെന്ന് പറഞ്ഞാൽ ആ ശബരിമല എന്ന് പറയുന്ന ആ ചൈതന്യം അല്ലെങ്കിൽ മണികണ്ഠ സ്വാമിയുടെ ചൈതന്യം ആചാരപരമായി എൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ, എൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ എനിക്ക് എന്ത് സ്വാധീനമാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും എൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലും അത് ഉണ്ടാക്കുന്നത്, കേരളക്കരയിലുള്ള ആധ്യാത്മിക മണ്ഡലത്തിൽ ലോകം മുഴുവനുമുള്ള ഈ ശാസ്താ ക്ഷേത്രങ്ങളിൽ മികച്ചിരിക്കാനുള്ള കാരണം ആ ചൈതന്യത്തിന് എന്താണ് അതിൻ്റെ സവിശേഷത എന്നറിയാം. അപ്പോൾ ഇങ്ങനെ വേറെ ഒരു കഥ ഉള്ളത്, മധുര രാജാവായ മാനവിക്രമ പാണ്ഡ്യൻ അയ്യപ്പനെ വണ്ടിപ്പെരിയാറിൽ വെച്ച് ഈ രാജാവിനെ അയ്യപ്പൻ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചു എന്നാണ്. അതിനുശേഷം അദ്ദേഹം പാണ്ഡ്യസേന, പന്തളസേന എന്ന ഈ 2 സൈന്യങ്ങളെ നയിച്ച് വാവരുടെ സഹായത്തോടെ ഇഞ്ചപ്പാറ കോട്ട ആക്രമിക്കുകയും ഉദയനൻ, പുതുച്ചേരി മുണ്ടൻ തുടങ്ങിയ കൊള്ളക്കാരെ പരാജയപ്പെടുത്തുകയും ചെയ്ത് അതിനുശേഷം ശബരിമല ക്ഷേത്രം നവീകരിച്ച് എല്ലാവരും നോക്കി നിൽക്കെ, അല്ലെങ്കിൽ ആ സമയത്ത് മകരസംക്രാന്തി നാളിൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു. ഇങ്ങനെ വേറൊരു ചരിത്രവും പറയുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾക്ക് സമയം ഏകദേശം 1 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് പറയാൻ ഉള്ള സമയത്തിൽ നമ്മൾ അയ്യപ്പൻ്റെ ഈ 2 കഥകളും നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ എങ്ങനെയാണ് ശബരിമലയെ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടത്, എൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ അനുഭവിക്കേണ്ടത്, അതുപോലെ അയ്യപ്പൻ്റെ ചരിത്രം ഇന്ന് നമ്മൾ 2 മാനങ്ങൾ അയ്യപ്പൻ്റെ കഥക്ക് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തു. അതുപോലെ ധർമ്മശാസ്ത്ര എന്ന ആ മൂല ചൈതന്യം ഏത് കാലം തൊട്ടുണ്ടായി, വേദകാലങ്ങൾ തൊട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആരാധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനിക ജോഗ്രഫി പരമായി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ലോസ്റ്റ് കോണ്ടിനെൻ്റായ കുമരകാണ്ഡം, അതുപോലെ തന്നെ വടക്കൻ ആഫ്രിക്ക എന്നുള്ള പ്രദേശത്തും നോർത്തേൺ കാലിഫോർണിയയിൽ ഒക്കെ ഈ ഒരു നാമത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ പരാമർശം കണ്ടിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ എന്താണ് അഷ്ടശാസ്താക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. അയ്യപ്പൻ്റെ 4 ബ്രഹ്മാവ് കൊടുത്ത 4 നാമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഭൂതനാഥൻ, ശാസ്താവ്, ആര്യൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള പരായഗുപ്തൻ. അപ്പം ഇങ്ങനെ
നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യമാണ് അയ്യപ്പനെ കുറിച്ച് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ ആഴത്തിൽ നമ്മൾ അയ്യപ്പനെ പര്യവേക്ഷണം ചെയ്യും. അതൊക്കെ നമ്മൾക്ക് നേരിട്ട് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിലേക്കുള്ള ഒരു ആഴത്തിലേക്കുള്ള പോക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഓരോ ക്ലാസ്സും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും ചർച്ച ചെയ്യും. അപ്പോൾ നാളെ നിങ്ങളെല്ലാവരെയും കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.